ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പില്ലേ, ലിവ് ഇൻ റിലേഷൻഷിപ്പ്, അതിനകത്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയണം തോന്നി. മേ ബി ദിസ് ജനറേഷൻ ഹു ആർ മച്ച് നോളജബിൾ ദാൻ അസ്, ദേ മൈറ്റ് ഹാവ് പോണ്ടേഡ് ഓൾ ദിസ് പോസിബിലിറ്റീസ് ആൻഡ് എന്താ പറയുക, വരും വരായികകൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരിക്കും. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. അതിൽ ഒന്നാണ് എസ്കാർ ഇസ് എസ്കാർ. അതെന്താണെന്ന് വെച്ചാൽ അത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലീഗൽ മാരേജ് ആണെങ്കിലും രണ്ടിലും ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് ആകാം, പിന്നെ വാക്കിംഗ് ഔട്ട് ആകാം, പിന്നെ 3 ഡെത്ത് ആകാം, അല്ലേ? ഇതിൽ 3ഉം സംഭവ്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന സ്കാർ വിൽ ഇറ്റ് നോട്ട് ബി ദ സെയിം? അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്, ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. പണ്ട് മുതലേ എല്ലാവരും ചെയ്തിരുന്നതാണ്. അതായത് ദർ വാസ് നോ രജിസ്ട്രേഷൻ ഓഫ് മാരേജസ്, അല്ലേ? പണ്ട് പുടവ കൊടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദ സിംപ്ലസ്റ്റ് വേ ഓഫ് മാരേജ് ആയിരുന്നു പണ്ട്. അപ്പോൾ അതൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ദറ്റ് ടേക്സ് ഇൻ ടു ദ ട്യൂൺ ഓഫ് മാരേജ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം എന്നാണ് സുപ്രീം കോർട്ടും പറയുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ കുട്ടികളുണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു പൊതു സ്വത്ത് ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് രജിസ്റ്റേർഡ്, ഇറ്റ് വിൽ ടേക്ക് ദി എന്താ പറയുക, ദ ക്യാരക്ടർ ഓഫ് രജിസ്റ്റേർഡ് മാരേജ്. രജിസ്റ്റേർഡ് എന്നല്ല, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് വരാമെന്നാണ് പറയുന്നത്, സുപ്രീം കോർട്ട് പറയുന്നത്. സോ അവിടെ ആ ലിവ് ഇൻ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മഹത്വവൽക്കരീകരണം എന്ന് പറയുന്ന കാര്യം നിന്നു. അല്ലെങ്കിൽ ഇന്നത്തെ കൂൾ തിങ്, ഡാം കൂൾ ലൈഫ് എന്ന് പറയുന്നത് അവിടെ ഒന്നും കാണാനില്ല. ഇനിയൊരു കാര്യം, ഈ നൊമാഡ്സ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമില്ലേ, അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ എംപറേഴ്സും പിന്നെ പഴയ കാലത്തുള്ള റൂളേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ചർച്ചും കൊണ്ടുവന്നിട്ടുണ്ട് കുറേയൊക്കെ. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ നൊമാഡ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരേ ഒരു സെറ്റിൽമെൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുമായിട്ട് കമ്മിറ്റ്മെൻറ്റ്, ജസ്റ്റ് വൺ പാർട്ട്ണറുമായിട്ട് കമ്മിറ്റ്മെൻറ്റ്. സെക്കൻഡ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഈ സ്ത്രീ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പിതൃത്വം അറിയില്ല. അങ്ങനെ അറിയാതെ വരുമ്പോൾ ആരാണ് ഈ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ആ ക്ലാനിലുള്ള എല്ലാ പുരുഷന്മാരും കൊടുക്കും. മനസ്സിലായോ? ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്ന് പ്രോപ്പർട്ടിയായി അതിന് ഒരു വളച്ചു കെട്ടിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും. ആ പ്രോപ്പർട്ടി സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ആ പുരുഷൻ ആഗ്രഹിക്കും, ഈ സ്ത്രീയുടെ കുട്ടി, ഞാൻ കൊടുക്കാൻ പോകുന്ന എൻ്റെ സ്വത്തുക്കളുടെ അവകാശി എൻ്റെ തന്നെ പ്രജനിയായിരിക്കണം എന്ന് ഈ പുരുഷൻ ആഗ്രഹിക്കും, അല്ലേ? അങ്ങനെയുള്ള ഒരു സിസ്റ്റമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മാരേജ് കൊണ്ടുവന്നത്. അതിൻ്റെ ചട്ടക്കൂടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് നൊമാഡ്സ് ആകാനാണ് നിങ്ങളുടെ ഒരുക്കമെങ്കിൽ ആയിക്കോളൂ, ആര് തടയുന്നു?